ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. പ്രിയ ദൈവമക്കളെ, ഇന്നലെ വൈകുന്നേരം നമ്മുടെ സെമിനാരിയുടെ ജൂബിലി ആയിരുന്നല്ലോ. ഇന്ന് 11 മണിക്ക് ജൂബിലിയുടെ കുർബാനയിൽ സെമിനാരിയിൽ നിന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം നമ്മുടെ കത്തീഡ്രലിലേക്ക് അമ്മ മാതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തൽ. ആ സെമിനാരിയിലാണ് ഞാനും പഠിച്ചത്. ആ സെമിനാരിയിൽ നിന്ന് ഇതാ കത്തീഡ്രലിലേക്ക്. ഒരുപക്ഷെ പുരോഹിതർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. ആ സെമിനാരിയിൽ സെമിനാരി ജീവിതം നിന്നെ ക്രിസ്തുവാക്കി മാറ്റണം, നിന്നെ അപ്പമാക്കി മാറ്റണം, നിന്നെ ദിവ്യകാരുണ്യമാക്കി മാറ്റണം. അതുപോലെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം കുർബാനയാണെന്ന് ഞാൻ വിശ്വസിക്കുക. തിരുസന്നിധിയിൽ ഇരിക്കുന്നത് പോലെ വേറെ എന്ത് കൂട്ടാണുള്ളത്? കുർബാനയുടെ മുമ്പിലിരിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാളും വലിയ ആക്ക തരാൻ പറ്റുന്നത്. കുർബാന നിൻ്റെ കാതുകളിൽ മന്ത്രിക്കുന്നതിനേക്കാൾ വലിയ ഭാഗ്യമുണ്ടോ? പക്ഷെ നമ്മൾ എന്തുമാത്രം വില കുറച്ചൊക്കെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിൽ, ഒരു പ്രയാസത്തിൽ ദിവ്യകാരുണ്യത്തിൻ്റെ തണലിലൊക്കെ ഇരിക്കാനായിട്ട് നമുക്ക് പറ്റാറുണ്ടോ? യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 35-ാം വാക്യത്തിൽ ഈശോ പറയുക, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്തു വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. നോക്കിയൊരു കുർബാനയുടെ മുമ്പിലിരിക്കുന്ന മനുഷ്യൻ, എൻ്റെ അടുക്കൽ വരുന്നതിന് വിശപ്പില്ല. കുർബാനയുടെ മുമ്പിൽ മണിക്കൂറുകളിരിക്കുന്ന മനുഷ്യരെ ഞാൻ ഇവിടുത്തെ ആരാധനാ ചാപ്പലിൽ കാണാറുണ്ട്. തിരുവചനം എന്തൊരു വാഗ്ദാനമാണ് നൽകുന്നത്. എൻ്റെ അടുത്ത് വരുന്നതിന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. വിശ്വാസത്തോടെ കുർബാനയിലേക്ക് നോക്കുമ്പം ആ തമ്പുരാൻ നമ്മളോട് സംസാരിക്കുന്നു. കർത്താവേ, ദിവ്യകാരുണ്യനാഥൻ ഉദ്ധിതനായ മിശിഹായാണല്ലോ, കുർബാനയുടെ മുമ്പിൽ ഇരിക്കാനുള്ള വരം തരണമേ. കുർബാനയുടെ മുമ്പിലിരുന്ന് അങ്ങയുടെ സ്വരം കേൾക്കുവാൻ, അങ്ങയുടെ ആശ്വാസം അനുഭവിക്കാൻ തമ്പുരാനെ നീ കരം നീട്ടുന്നതും നീ സ്പർശിക്കുന്നതും നീ ആശ്വസിപ്പിക്കുന്നതും അനുഭവിക്കാൻ ഞങ്ങൾക്ക് വരം തരണമേ. സ്വർഗം തുറക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ഉപേക്ഷിച്ചാലുപേക്ഷിക്ക